അതുകൊണ്ട് മാലിക്കുൽ മുൽക്ക്, ഷെഹിൻഷാ എന്ന അർത്ഥം വരുന്ന പേര് പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇന്ന് പല സ്ഥലങ്ങളിലും പള്ളി സേവിക്കാൻ വേണ്ടി കമ്മിറ്റി എടുക്കും. പക്ഷെ ഭരണാധികാരികളുടെ ഭരണാധികാരി എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു തആല തന്റെ ഭവനമാണ് വീടെന്ന് പറയുന്നു. ആ വീട് ഭരിക്കാൻ നമ്മൾ കുറെ ആളുകൾ അതിനുവേണ്ടി കോട്ടും തയ്ച്ചു നിൽക്കുന്നു. പള്ളിയുടെ ഉള്ളിൽ ഒറ്റ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നമ്മളുടെ സകല ശത്രുതയും സകല രാഷ്ട്രീയവും അതിന്റെ വെളിയിലുള്ള സകല കാര്യങ്ങളും മാറ്റിവെച്ചതിന് ശേഷം മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്നൽ മസാജിദ ലില്ലാഹ്. ഒറ്റ രാഷ്ട്രീയമേ പള്ളിയിലുള്ളൂ. ഇതിന്റെ പൂർണ്ണ ഉടമസ്ഥൻ, പൂർണ്ണ അവകാശി അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്നവനെ നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ട് പോലും, നിങ്ങളുടെ അധികാരത്തിന്റെ ചുവ വരുന്ന ഒരു നോട്ടം കൊണ്ട് പോലും പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനും നിങ്ങൾക്ക് അവകാശവും അനുവാദവും ഇല്ല എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രീയം മാത്രമേ പള്ളിയുടെ ഉള്ളിലുള്ളൂ. സാധാരണ എന്നെക്കുറിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, എന്നോട് നേരിട്ട് പറയാറില്ലെങ്കിലും മറ്റു പലരോടും ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന്. അത് കൂടുതലും വെളിയിൽ നിന്ന് വരുന്ന ജമാഅത്തുകാരാണ് ഈ പാവം മോദിൻ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് പറയുന്ന കാര്യം മനസ്സിലാവില്ല. നിങ്ങൾ അവസാനം പകുതി വിഴുങ്ങിയിട്ട് പറയുന്ന ആ വാക്ക് മാത്രം എൻ്റെ അടുത്ത് വന്ന് പറയും. കുറെ നാൾ മുമ്പ് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു, പിന്നെ 2 ആഴ്ച മുമ്പ് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ BJP കാരനാണെന്നും പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഡെമോക്രസിയുടെ മെക്കാനിസത്തിൽ 3 പാർട്ടിയിലും ഒരുമിച്ച് അംഗത്വം നൽകുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയവും പള്ളിയുടെ ഉള്ളിൽ, പൊതുവെ മുസ്ലിം സമുദായം അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ മതവുമായി കൂട്ടിക്കലർത്താറില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് രാഷ്ട്രീയം പറയുന്നതിന് പകരം മതം പറയുന്നത് കൊണ്ടാണ്. മതത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പം പലപ്പോഴും ചർച്ചയാകുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ സംസാരിക്കാറില്ല. ഈ ചർച്ച മീഡിയകള് കൊഴുപ്പ് കൂട്ടി അവതരിപ്പിക്കും. എന്നിട്ട് മതത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ പറയാൻ, സമൂഹത്തോട് പറയാൻ വേണ്ടി ഫസൽ കപൂറിനെയും MN കാരശ്ശേരിയും ഒക്കെ കൊണ്ടുവന്നിരുത്തും. ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ 15-20 കൊല്ലം പഠിച്ചിട്ടും മറുപടി പറയാൻ ആലോചിക്കുന്ന വിഷയങ്ങൾ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയും. നബിതങ്ങൾ ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞു, റുവൈബിളത്ത് സംസാരിക്കും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ അതെന്താണ്? അർഹതയില്ലാത്തവനൊക്കെ കയറി അഭിപ്രായം പറയും. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിലവിൽ വരുമ്പോ പിന്നെ മതത്തിന്റെ ഭാഗം ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറയേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോ ചില രാഷ്ട്രീയം പറയേണ്ടി വരും, ചില രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ പള്ളികൾ എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ നിലപാടുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ആ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കേന്ദ്രങ്ങളാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ ഞാൻ പറയുന്നതിനോട് എതിരായിരിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചതൊക്കെ ശരിയാകണമെന്നില്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. അത് നിങ്ങൾക്ക് പറയാം, എന്നോട് പറയാം. പക്ഷെ പരമാവധി ഈ പള്ളിയിൽ ഈ കസേരയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വെളിയിൽ പറയുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണമെന്ന